അല്ലടി? എന്റെ നവീന നിനക്ക് വേണമല്ലേ? അല്ലടി, ഇറങ്ങിപ്പോയി. നീ തിരിച്ചു വന്നത് എന്തിനാടി? എന്റെ നവീനെ പിരിയാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ? അല്ല, ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോ മാണിക്കുഞ്ഞിന്റെ വണ്ടി വന്നു. കൂടെ നവീന്റെ അച്ഛനും. അവരെ എന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന. നീ ഒരു കള്ളക്കഥ പറഞ്ഞാലേ എന്റെ മമ്മി ചിലപ്പോ വിശ്വസിക്കായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന നീ കരുതണ്ട. എടി, ഗാദിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടതാ ഞാൻ. അതെന്താ ഗാദിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത? എന്റെ കൈ വിടറി. കൈ വിടാൻ പറഞ്ഞില്ല നിന്നോട്? ഇല്ല, ഇന്നത്തോടെ ഗാദിയുടെ എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിക്കണം. നവീനെ സ്വന്തമാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കോ നിന്റെ മമ്മിക്കോ എന്തിനും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് ഞാൻ നവീന്റെ സ്വന്തം ആവുമായിരുന്നു. എടി, നീ എന്റെ നവീനെ സ്വന്തമാക്കല്ലേ? അയ്യോ, എന്താ എന്താ ഇവിടെ? അയ്യോ, ഒന്നുമില്ല. ഞാൻ സാധാരണ ഇവിടെയൊക്കെ നടക്കാറുള്ളതാ. സുമിത്രേ, മോള് വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ എന്തുപറ്റി? മോൾ ഇവിടെ നിന്നപ്പോ ഇരുട്ടിൽ എന്തോ കൊണ്ട് പേടിച്ചു എന്നാ പറയുന്നേ. എന്തുപറ്റി? എന്താ എന്താ അച്ഛൻ? എന്താ എല്ലാരും കൂടി? ഒന്നുമില്ല നവീൻ, ഞാനിവിടെ പുറത്ത് നിൽക്കായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇരുട്ടിലെന്തോ അനങ്ങുന്നത് പോലെ തോന്നി. ബെസ്റ്റ്. താനല്ലാതെ ഇവിടെ പുറത്ത് ആരെങ്കിലും വന്ന് നിൽക്കോ? എടോ, വിഷജന്തുക്കളൊക്കെ ഉണ്ടാവത്തില്ലേ? എടോ, ഇഴഞ്ഞു നടക്കുന്ന ജീവികൾക്ക് നമ്മളാരാ? നമ്മൾ എവിടെ നിൽക്കുക? നമ്മൾക്ക് അവരോട് ദേഷ്യമുണ്ടോ? നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ? അതൊന്നും പ്രശ്നമല്ല. അവർ കൊത്തും. ശരിയാണ് മോനെ. ഇരുട്ടിലൊളിഞ്ഞിരുന്ന് വിഷം ചീറ്റുന്ന അത്തരം കുറെ എണ്ണമുണ്ട്. മോളെ അത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. താൻ ശരിക്കും പേടിച്ചോ? ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. എന്നാവാ നമുക്ക് മുറിയിലേക്ക് പോ. കഥ പാടോ. പോകാൻ വരട്ടെ സിതാരെ, ഒന്നവിടെ നിന്ന്. കൃഷ്ണമോള് എന്ത് കണ്ടിട്ടായിരിക്കും പേടിച്ചതെന്ന് സിതാരക്ക് അറിയാമോ? അറിയൂ സിതാരെ? അതോ ഞാൻ കൈ ചൂണ്ടി കാണിച്ചിരുന്നോ? ഇരുട്ടിന്റെ മറവില് കൂടുതൽ തന്ത്രങ്ങൾ മെനയാൻ സിത്താര ശ്രമിക്കരുത്. എനിക്ക് പരിധികളുണ്ട്. സിത്താര മകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്റെ മകന് വേണ്ടി എന്റെ മനസ്സിലുണ്ട്. മനസ്സിലായോ സിത്താരയ്ക്ക്? എന്ത് നോട്ടോടെ ഇത്? കുറച്ചു മുമ്പ് നമ്മൾ കണ്ടപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രാത്രി ആയതുകൊണ്ടാണോ അതോ ബെഡ്റൂമിലായതുകൊണ്ടോ? എനിക്ക് മനസ്സിലായില്ല. എന്ത് പ്രത്യേകത?